ചുറ്റികയൊന്ന് പിടിച്ചേ. ഏതു നിറം കൊടുക്കും ഈ കിളിക്കൂടിന്? ഓ, മനോഹരമായിരിക്കുന്നു. നമുക്ക് വെള്ള നിറം കൊടുക്കാം. അപ്പോൾ കിളികൾക്ക് രാത്രികാലങ്ങളിൽ കണ്ണു കാണാൻ പറ്റുമല്ലോ. അതെ, നീ പറഞ്ഞത് ശരിയാണല്ലോ. എന്നാ വാ, നമുക്ക് തുടങ്ങാം. തത്തയും കുരുവിയും മൈനയുമെല്ലാം നമ്മുടെ ഈ കൂട്ടിൽ വന്നിരിക്കുമായിരിക്കും. അത് കൊള്ളാം ജിം. കിളികളെ എനിക്ക് എന്തിഷ്ടമാണെന്നോ. നമ്മുടെ ഈ കൂട്ടിൽ കിളികൾ വന്നിരിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. അല്ല ജിം, ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഈ ലോകത്ത് കിളികളും മൃഗങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയെ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു രസവും ഉണ്ടാവില്ല. മൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷിക്കുന്ന പുണ്യാളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? പക്ഷികളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന പുണ്യാളനോ? അതാരാ ജുവാൻ? അതാണ് അസീസിയിലെ സെന്റ് ഫ്രാൻസിസ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷകനാണ് അദ്ദേഹം. ജുവാൻ, എനിക്കൊരു ഭയം തോന്നുന്നു. നമുക്ക് അങ്കിൾ ഫ്രാൻസിസിനോട് ചോദിക്കാം, സെന്റ് ഫ്രാൻസിസിന്റെ കഥ പറഞ്ഞു തരാമോ എന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. രാവിലെ എന്തെടുക്കുകയായിരുന്നു? അങ്കിൾ, ഞങ്ങൾ കിളികൂട് നിർമ്മിക്കുകയായിരുന്നു. ഞങ്ങൾ തോട്ടത്തിൽ മരം നടുകയും ചെയ്തു. നല്ല കാര്യം, നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷകനായ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച്? ആഹാ, ഇതെന്തൊരു യാദൃശ്ചികത്വം. ഇപ്പോൾ ജുവാൻ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ജോവാൻ, നിനക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നോ? അതെ അങ്കിൾ, ഞങ്ങൾ കിളിക്കൂടുണ്ടാക്കുന്ന സമയത്ത് സംസാരിക്കുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച്. നല്ല കാര്യം ജോവാൻ. എന്നാൽ ഞാൻ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലി എന്ന രാജ്യത്ത് അസീസി എന്ന ഗ്രാമത്തിൽ ഫ്രാൻസിസ് ബെർണാഡോ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു ഫ്രാൻസിസ്. അസീസിയിലെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസിൻ്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴും അവന് വീരസാഹസിക കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഫ്രാൻസിസ് അത് ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. എന്നും വീരസാഹസിക കഥ കേൾക്കുന്ന ഈ കുട്ടിക്ക് ഒരു വീരയോദ്ധാവാകണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഫ്രാൻസിസ് വളർന്നു. അസീസിയിലെ ധനികനായവരുടെ മക്കളായിരുന്നു അവൻ്റെ കൂട്ടുകാർ. അവരുടെ നേതാവായി ഫ്രാൻസിസ് മാറി. പാട്ടും പാടി അസീസിയുടെ തെരുവീതിയിലൂടെ അവനും കൂട്ടുകാരും നടന്നു. Guess we believe it. Look who we are. We are the dreamers. We make it happen. Cause we can see it. Here's to the ones that keep the passion. Respect. Oh yeah. Here's to the ones that can't imagine. Respect. Oh yeah. Got me. Respect and love the only way. If you wanna come, come with me. The door is open every day. This 1+2 rendezvous, all invited. This what we do, how we do. Look who we are. We are the dreamers. We make it happen. Guess we believe it. Look who we are. We are the dreamers. We make it happen. Cause we can see it. Here's to the ones that keep the passion. Respect. Oh yeah. Here's to the ones that can't imagine. Respect. Oh yeah.
we believe it. Look who we are the dreamers. We make it happen, 'cause we can see it. Here's to the one that keep the passion, respect. Oh yeah. Here's to the one that can imagine, respect. Oh yeah. ഇന്ന് നല്ല രസമായിരുന്നു അല്ലേ കൂട്ടുകാരെ? എന്നാൽ സുഖനിദ്ര. ഹോ, നേരം വൈകി. അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും. മോനെ മോനെ എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യ. ഇതാരാ ഈ നേരത്ത്? വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആരാണെന്നറിയാമോ? ഈ നാട്ടിലെ ഏറ്റവും ധനികനായ ആളുടെ പുത്രനാണ് ഞാൻ. എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ? ഓ, ഞാൻ അറിഞ്ഞില്ല മോനെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വിശപ്പ് കൊണ്ട് ചോദിച്ചു പോയതാ. മന്ദബുദ്ധിയായ കിഴവൻ. വേണ്ടായിരുന്നു. ഹേ, നിൽക്കൂ. എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു. അത് സാരമില്ല മോനെ, ഞാനത് വിശപ്പ് കൊണ്ട് ചോദിച്ചു പോയതാ. ഇന്നാ ഇത് വെച്ചോളൂ. വളരെ നന്ദിയുണ്ട് കേട്ടോ. ദൈവം മോനെ അറിയിക്കട്ടെ. നിങ്ങൾ എത്രയും വേഗം പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കൂ. എനിക്ക് ഫ്രാൻസിസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ആകെ പ്രയാസം തോന്നുന്നു. അപ്പാ, ഞാൻ പോകട്ടെ? എന്നെ അനുഗ്രഹിക്കൂ. മകനെ, അപ്പൻ്റെ ആഗ്രഹം നീ നല്ലൊരു പട്ടുവ്യാപാരിയാകണമെന്നാണ്. അപ്പാ, എനിക്കൊരു വീരയോദ്ധാവാകണം. പെറുംജിയെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു മാടമ്പിയാകണം. മോൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. വിജയിച്ച് തിരിച്ചു വരൂ. അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ദിവസവും മുടക്കരുത് കേട്ടോ. ഇല്ല അമ്മേ. എന്നാൽ പെറുജിയുമായുള്ള യുദ്ധത്തിൽ ഫ്രാൻസിസും അനേകളും തോറ്റുപോയി. ഫ്രാൻസിസിനെ അവർ കൽത്തുറങ്കിലടച്ചു. തടവറയുടെ ഏകാന്തതയിൽ ഫ്രാൻസിസ് സാവധാനം ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ ഫ്രാൻസിസ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഫ്രാൻസിസ് ഫ്രാൻസിസ് എന്തോ? ഭൃത്യനെ സേവിക്കുന്നതോ യജമാനെ സേവിക്കുന്നതോ അഭികാമ്യം. യജമാനനെ. പിന്നെ എന്തിനാണ് ഭൃത്യനായ ലോകത്തെ സേവിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ബന്ധപ്പെടുന്നു? ആരായിരിക്കും എന്നെ വിളിച്ചത്? ഇതെൻ്റെ തോന്നലല്ല, വെറുമൊരു കിനാവുമല്ല. അയ്യോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകൂ. നീ അവിടെ എന്ത് ചെയ്യണമെന്ന് അവിടെ വരുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു സന്ദേശം സ്വീകരിക്കുവാൻ യോഗ്യനോ? ഞാൻ എന്തു ചെയ്യും? വീട്ടിലേക്ക് തിരിച്ച് പോവുക തന്നെ. അപ്പൻ എന്തു പറയും? എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. ദൈവ തിരുച്ചിത്തം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അമ്മേ. മകനെ, നീ തിരിച്ചെത്തിയല്ലോ. മോനാകെ ക്ഷീണിച്ചു പോയി. വാ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മേ, ഞാൻ യുദ്ധമെല്ലാം ഉപേക്ഷിച്ചു. എനിക്കൊരു ദൈവിക ദർശനമുണ്ടായി. എന്നിട്ട്? ഞാനിനി ദൈവത്തിന് വേണ്ടി ജീവിക്കും. ബാക്കി പണവും പ്രശസ്തിയുമെല്ലാം ഉച്ഛിഷ്ടം പോലെ തോന്നുന്നു എനിക്ക്. ആരെവിടെ? അവൻ എത്തിയോ? എൻ്റെ മാനം കെടുത്താൻ തീർന്നവൻ. ഇവൻ തിരിച്ചു വരേണ്ടിയിരുന്നില്ല. ഇനി പുറത്തേക്ക് ഇറങ്ങിപ്പോകരുത്. ആ തടവറയിലിട്ട് പൂട്ടവനെ. അയ്യോ,
എൻ്റെ മോനെ തന്നെ. അയ്യോ മോനെ, എൻ്റെ മോനെ. വീട്ടിലെത്തിയ ഫ്രാൻസിസ് സാൻ ഡാമിയാനോ ദേവാലയത്തിലും അതിനടുത്തുള്ള ഗുഹയിലും താമസമാക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദാരിദ്ര്യ മണവാട്ടിയെ ആശ്ലേഷിക്കുകയും കുഷ്ഠരോഗികളോടും ഭിക്ഷക്കാരോടുമൊത്ത് സമയം ചിലവഴിക്കുകയും ചെയ്തു. സാൻ ഡാമിയാനോ ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായി കഴിഞ്ഞുകൂടുമ്പോൾ ഫ്രാൻസിസിന് വീണ്ടും ദൈവിക അരുളപ്പാടുകൾ ലഭിച്ചു. പിതാവേ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ നിന്നും ഒരരുളപ്പാടും ലഭിക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാകുന്നില്ലേ? ഫ്രാൻസിസ്, ജീർണാവസ്ഥയിലിരിക്കുന്ന എൻ്റെ പള്ളി പുതുക്കിപ്പണിയുക. പിന്നീട് പള്ളി പുതുക്കി പണിയുന്നതിനായി ഫ്രാൻസിസ് തൻ്റെ പിതാവിൻ്റെ കടയിൽ നിന്നും പട്ടുവസ്ത്രവും തൻ്റെ കുതിരയും വിറ്റ് പണമുണ്ടാക്കി. ഇതറിഞ്ഞ ഫ്രാൻസിസിൻ്റെ പിതാവ് പീറ്റർ ബെർണാഡോ മെത്രാസന കച്ചേരിയിൽ ഫ്രാൻസിസിനെതിരെ കേസ് കൊടുത്തു. പീറ്റർ ബെർണാഡ്, എന്താണ് നിങ്ങളുടെ പരാതി? തിരുമേനി, എൻ്റെ മൂത്ത മകനായ ഫ്രാൻസിസ് കുറേ നാളുകളായി ധിക്കാരപരമായ പല പ്രവൃത്തികളാലും എനിക്ക് മാനനഷ്ടവും ഭീമമായ ധനനഷ്ടവും വരുത്തിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട മുതൽ മുഴുവനും എനിക്ക് തിരിച്ചു തരുവിക്കുവാൻ കനിവുണ്ടാകണം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അനധികൃതമായി എൻ്റെ ധനം നഷ്ടപ്പെടുത്തുവാൻ അവൻ തുനിയുന്നതുകൊണ്ട് മേലിൽ എൻ്റെ സ്വത്തിന് അവന് യാതൊരു അവകാശവും ഇല്ലാതാക്കുകയും വേണം. അപഹൃത വസ്തുവായ പണം സ്വീകരിച്ച് സൂക്ഷിക്കുന്നു എന്നതാണ് വല്യച്ഛൻ്റെ പേരിലുള്ള ചാർജ്. പള്ളി പണിയാൻ ഫ്രാൻസിസ് എന്നെ ഏൽപ്പിച്ചതാണ് ആ പണം. തിരുമേനി കൽപ്പിച്ചാൽ ആ പണം പീറ്റർ ബെർണാഡിന് തിരിച്ചു നൽകാൻ ഞാൻ തയ്യാറാണ്. തർക്കവിഷയമായ പണം പള്ളി പണിക്ക് ഉപയോഗിക്കുന്നത് ഉചിതമല്ല. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തുകൊള്ളൂ. ഇതാ പണം. ഇനി രണ്ടാമത്തെ കാര്യം, ഫ്രാൻസിസിന് നിങ്ങളുടെ ധനത്തിനുള്ള അവകാശം പൂർണ്ണമായി നിഷേധിക്കാനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതേ പിതാവേ, ഇവനെ നന്നാക്കാൻ സകല പോംവഴിയും ഞാൻ നോക്കി. അവൻ പാവങ്ങൾക്ക് കൊടുക്കാനായി നിരവധി പണം പലപ്പോഴായി തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ മേലിലും തുടങ്ങിയാൽ ഞാൻ നിരാധാരനായി തീരും. അതിനാൽ ഇവനുള്ള കുടുംബാവകാശങ്ങളെല്ലാം നിഷേധിക്കുക തന്നെ വേണം. ഫ്രാൻസിസ്, ഇതേപ്പറ്റി നീ എന്തു പറയുന്നു? എൻ്റെ അപ്പൻ്റെ ധനത്തിൽ നിന്നും കുറേ ഭാഗം ദരിദ്രർക്ക് ഞാൻ ദാനം ചെയ്തുവെന്നുള്ളത് വാസ്തവമാണ്. അത് 14 വയസ്സ് മുതൽ 8-9 കൊല്ലം ഞാൻ അധ്വാനിച്ചതിൻ്റെ ഒരു ചെറിയ കൂലിയായിട്ടെങ്കിലും കരുതി അപ്പച്ചൻ സമാധാനിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇനി സർവ്വബന്ധങ്ങളും ഉപേക്ഷിച്ച് എൻ്റെ പ്രാണപ്രിയയായ ദാരിദ്ര്യത്തെ പരസ്യമായി വരിക്കാൻ എൻ്റെ ഹൃദയം തുടിക്കുകയാണ് തിരുമേനി. അപ്പച്ച, ഇതും അങ്ങയുടേതാണ്. അങ്ങ് ദയവ് ചെയ്ത് ഇതും കൂടി സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ഇന്നുവരെ പീറ്റർ ബെർണാഡ് എൻ്റെ അപ്പനായിരുന്നു. ഇനി സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ അർത്ഥവ്യക്തമായി എനിക്ക് വിളിക്കാം. അങ്ങയുടെ തോട്ടക്കാരൻ്റെ ഉടുപ്പ് എനിക്ക് തരൂ. സാൻ ഡാമിയാനോ ദേവാലയം കൂടാതെ കോട്ടയ്ക്ക് വെളിയിലുള്ള സെൻറ്റ് പീറ്റർ ദേവാലയവും സെൻറ്റ് ജോർജ് ദേവാലയവും ഫ്രാൻസിസ് പുതുക്കി പണിതു. അങ്ങനെ ക്രൂശിതനിൽ നിന്ന് കിട്ടിയ സന്ദേശം ഫ്രാൻസിസ് പൂർത്തീകരിച്ചു. പിന്നീട് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന സുവിശേഷ ഭാഗം അദ്ദേഹത്തെ വികാരഭരിതനാക്കി. അന്നു മുതൽ അദ്ദേഹം സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹത്തിന് ധാരാളം അനുയായികളുണ്ടായി. പിന്നീട് മൃഗങ്ങളും പക്ഷികളും സൂര്യനും ചന്ദ്രനുമെല്ലാം അദ്ദേഹത്തിൻ്റെ
കൂട്ടുകാരായി. അവരെയെല്ലാം കീർത്തിച്ച് അദ്ദേഹം എഴുതിയതാണ് സൂര്യകീർത്തനം. സൃഷ്ടിജാലമാകുന്നോരൻ സോദരി സോദരന്മാരെ നിങ്ങൾ കർത്താവാം ദൈവത്തെ നിത്യം സ്തുതികള വാഴ്ത്തി പുകഴ്ത്തിടുവിൻ വാഴ്ത്തി പുകഴ്ത്തിടുവിൻ. നന്മ സ്വരൂപ സനാതന വല്ലഭ ശാന്ത ഗുണാലയനേ അങ്ങേ മഹിമ പ്രതാപത്തെ കീർത്തിക്ക മൺമക്കളാലെഴുതോ മൺമക്കളാലെഴുതോ. ഇക്കാണും സൃഷ്ടികൾ സർവവും അങ്ങിൽ നീ ഉത്ഭവം ചെയ്തതല്ലോ. ഈവൻ കൃപയ്ക്കായി നീ മക്കളാം ഞങ്ങൾ പാടി സ്തുതിച്ചിടുന്നു പാടി സ്തുതിച്ചിടുന്നു. സൂര്യ സഹോദര നിൻ ശോഭ ലോകത്തെ അമ്പരിപ്പിക്കുമാറാൻ ഇമ്പമായി ചെങ്കന രൂപത്തെ നൽകിയ ദൈവത്തെ നീ സ്തുതിക്കാം ദൈവത്തെ നീ സ്തുതിക്കാം. വായുവും മേഘവും കാറ്റും ശീതോഷ്ണവും സൃഷ്ടിച്ച സ്നേഹദാതാ അൻപോടു ഞങ്ങളെ പോറ്റിടും അങ്ങേക്ക് സ്തോത്രങ്ങളേറ്റു പാടാം സ്തോത്രങ്ങളേറ്റു പാടാം. കുറ്റം കുറവുകൾ തെറ്റുകൾ തങ്ങൾ നിത്യം ക്ഷമിപ്പവർക്കായി സത്യസ്വരൂപന സർവപ്രധാനന അങ്ങേ സ്തുതിച്ചിടുന്നേ അങ്ങേ സ്തുതിച്ചിടുന്നേ. ആ സൃഷ്ടിജാലമാകുന്നോരൻ സോദരി സോദരന്മാരെ നിങ്ങൾ കർത്താവാം ദൈവത്തെ നിത്യം സ്തുതികള വാഴ്ത്തി പുകഴ്ത്തിടുവിൻ വാഴ്ത്തി പുകഴ്ത്തിടുവിൻ വാഴ്ത്തി പുകഴ്ത്തിടുവിൻ വാഴ്ത്തി പുകഴ്ത്തിടുവിൻ. അൽവേർണ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പഞ്ചക്ഷതം ലഭിച്ചു. ദ്വിതീയ ക്രിസ്തു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ക്രമേണ ഫ്രാൻസിസ് രോഗിയായി. 1226 ഒക്ടോബർ 8-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. 1228 ജൂലൈ 28-ന് ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് അവരോധിതനായി.